മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ഇഡിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ, IT ഓഫീസർമാരായ NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. ഇന്നലെ രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായത്. CMRL MD ശശിധരൻ കർത്ത ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്നും രേഖകൾ കൈമാറാമെന്നും ഇഡിയെ അറിയിച്ചു. വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഒരു രാത്രി മുഴുവൻ പിന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇഡി ആവശ്യമുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കണമെന്നത് ഇഡിയുടെ ആവശ്യമായിരുന്നു. അത്തരം രേഖകളുടെ പരിശോധനകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ശശിധരൻ കർത്ത, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിനീത? ശ്രീലക്ഷ്മി, ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ മാസപ്പടി കേസിൽ CMRലെ 3 ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ED ഓഫീസിലേക്ക് എത്തിയിരുന്നത്. തുടർന്ന് 11 മണിയോടുകൂടി തന്നെ അവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചോദ്യം ചെയ്യൽ രാത്രിയും നീണ്ടു നിന്നിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഏതാണ്ട് 24 മണിക്കൂറാണ് ഈ 3 ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഒപ്പം തന്നെ കരാർ രേഖകളൊക്കെ ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ ഈ ഉദ്യോഗസ്ഥർ ഇഡിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപ് പൂർത്തിയായതേ ഉള്ളൂ. ഇതിനുശേഷമായിരിക്കും ഈ രേഖകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വിശദമായി പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും ഈ കേസിലെ തുടർ നടപടികളുമായി ഇഡി മുന്നോട്ട് പോകുന്നത്. ഈ CFO ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ, ഒപ്പം തന്നെ IT സീനിയർ ഓഫീസറായ അഞ്ജു റേച്ചൽ കുരുവിള, മാനേജർ ചന്ദ്രശേഖരൻ എന്നിങ്ങനെ 3 പേരുടെ ചോദ്യം ചെയ്യലാണ് അല്പസമയം മുൻപ് പൂർത്തിയായത്. ഈ 24 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനെ പറ്റി പക്ഷേ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവരെ വീണ്ടും ഒരുപക്ഷെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കാം. അതിനിടെ ഇന്നലെ തന്നെ CMRL MD കർത്തയ്ക്ക്, ശശിധരൻ കർത്തയോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നില്ല. തുടർന്ന് ഇന്ന് വീണ്ടും ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഈ രേഖകൾ ഹാജരാക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുള്ളതായാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രധാനമായും ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഈ CMRL 1,72,00,000 രൂപ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ SFIO അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് ECIR രജിസ്റ്റർ ചെയ്ത് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ആദ്യ നടപടി എന്ന തരത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി വരും ദിവസങ്ങളിലും ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീലക്ഷ്മി. ശരി വിനീത.